ശൈലേഷ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടേ, ബ്രേക്ക് കിട്ടുമ്പോൾ കഴിക്കണേ. ആ ഓക്കെ ഓക്കെ. 2 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, മുഴുവൻ കുടിക്കണം. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഓർമ്മയില്ലല്ലേ? മൂത്രത്തിൽ കല്ല് വന്നാലറില്ലേ, അപ്പോൾ ഓർമ്മ വരും. എന്റെ കാവ്യ, നീ എന്റെ ഫോക്കസ് കളയല്ലേ. ഇന്റർനാഷണൽ ക്ലയൻസ് ആയിട്ടുള്ള ഡീലിങ്സ് ആണ് ഇവിടെ. നിന്റെ നേഴ്സറി പിള്ളേരെ പഠിപ്പിക്കണ പോലെ ഒന്നല്ല. ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. വല്ല മതമ്മമാരാണോ അപ്പുറത്ത്? എന്റെ കാവ്യേ, ഒരു സൈഡിൽ 10 മതമ്മമാരും ഒരു സൈഡിൽ നീ നിൽക്കുകയാണെങ്കിൽ അപ്പോഴീ ശൈലേഷ് ചേട്ടൻ നിന്റെ അടുത്തേക്കല്ലേ വരൂ. കാവ്യേ, ശൈലേഷ് ചേട്ടൻ ഇസ് എ വൺ വുമൺ മാനാ. ഡയലോഗിന് പണ്ടേ ഒരു കുറവുമില്ല. ഞാൻ പോവാ, ഈവനിങ് കാണാം. ഓക്കെ ഡിയർ, സൂക്ഷിച്ചു പോണേ. ആ അതെ ശൈലേഷേ, പുറത്തൊരു വലിയ വണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിനെന്താ? പുതിയ താമസക്കാരാന്നാ തോന്നണേ. സോ വാട്ട്? വലിയ ടീംസാന്ന് തോന്നണു. ഡോണ്ട് കെയർ കാവ്യ. ഒരു പെണ്ണുണ്ട്. പെണ്ണോ? പെണ്ണോ? അതിനിപ്പോ എന്താ? പെണ്ണോ? ലജ്ജാവതി നിന്റെ കാണുന്നില്ലല്ലോ. അപ്പുറത്തെ വീട്ടിലെ പുതിയ വീട്ടുകാര്, അതും ഒരു പെൺകുട്ടി. ഈശ്വര, ഇതെന്താ ഗൗതം വാസുദേവൻ പടോ? വാവ്, ബ്യൂട്ടിഫുൾ. തിരി തിരി തിരി, ഒന്ന് തിരി തിരി. തിരിഞ്ഞില്ല. സിനിമയിലാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞാല്. കുട്ടേട്ടൻ മുട്ടണം മുന്നേ നമ്മൾ പോയി മുട്ടണം. ആദ്യം മുട്ടുന്ന ആള് സ്പെഷ്യൽ ആണല്ലോ. എങ്ങനെ മുട്ടാം മാഡം? അത് ഭയങ്കര ഫോർമലാവും. ഹായ് സിസ്റ്റർ. സിസ്റ്ററിനെ വിളിക്കാൻ അവളെന്ന് കന്യാസ്ത്രീയാ. ശേ. ഹായ് ഡിയർ. കുഴപ്പമില്ല, കോഴിയായി പോവോ. നമ്മുടെ കോഴിത്തരം അവളെ കാണിക്കണ്ട. എന്ത് ചെയ്യും? പണ്ടാരം മലയാളത്തിൽ പെൺകുട്ടികളെ അഭിസംബോധന ചെയ്യാൻ ഒരു വാക്ക് പോലില്ലെന്ന് വെച്ചാ പത്തറ്റിക്. സെറ്റാക്കാം. ഓക്കെ, ഡ്രൈവർ ആയിരിക്കുമല്ലേ? പിന്നെയും ബാക്കോ? വിളിച്ചോ? അയ്യോ ചേട്ടനല്ല, ഇവിടെ ഇവിടെ. നീ എന്തെവിടെ? നീ എന്താ ഇങ്ങോട്ട് ഇട്ടെടുത്തത്? നീ എന്താ ഇവിടെ? ഇതെന്റെ വീടാ. നീ എന്തെവിടെ? ഇതെന്റെ വീടാ. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ബാഗ് നിന്നെ കണ്ടപ്പോഴേ ഡൗട്ട് അടിച്ചതാ. നിന്നോട് ആര് പറഞ്ഞ എന്റെ ബാഗ് ഒളിഞ്ഞു നോക്കാൻ? സ്വന്തമായിട്ട് ഒരു കെട്ടിയോളക്കില്ലേ? ഇനിയെങ്കിലും നന്നായിക്കൂടെ? അവൾ ജോലിക്ക് പോയി. ആ, പണ്ട് കല്യാണം കഴിഞ്ഞാല് ജോലിക്കൊന്നും വിടാതെ വീട്ടില് രാത്രിയായിട്ട് വാഴിക്കാന്ന് പറഞ്ഞ ഒരു എക്സ് എനിക്കുണ്ടായിരുന്നു. അവനക്കിപ്പ എവിടാണോ എന്തോ. എനിക്കുണ്ടായിരുന്നൊരു കാമുകി, UK PR ഒക്കെ എടുത്ത് അവിടെ സെറ്റിൽ ആവുന്ന പറഞ്ഞൊരു കാമുകി. ഇപ്പൊ അവള് അമ്മ വല്ലം തരണേ എന്ന് പറഞ്ഞ് വല്ല വാടക വീട് തപ്പി നടക്കണ്ടാവും. പാവം. ഇതെന്റെ വാടക വീടല്ല, എന്റെ സ്വന്തം വീടാ. ആരോട് വെച്ചിട്ട്? എടി, നീ എന്റെ കുടുംബം കളിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിലടി. ചേട്ടാ, വണ്ടി എടുത്തോ, എല്ലാം തിരിച്ചു പാക്ക് ചെയ്തോ. ഇവിടെ ഈ പഞ്ചായത്തിൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. ചേട്ടാ, ഈ കോമാളി എങ്ങനെ പലതും പറയും. ചേട്ടൻ കാര്യോ? എടി, ബാങ്ക് എക്സാം എഴുതി നടന്ന നീ എങ്ങനെയാണ് വീഡിയോ മേടിക്കണത്? എടി, നിന്റെ തന്ത സ്വത്ത് ഭാഗം വെച്ചാ? ഇല്ലടാ, ഞാനൊരു കല്യാണം കഴിച്ചു. ബാങ്ക് മാനേജർ, അല്ലാതെ നിന്നെ പോലെ കമ്പ്യൂട്ടറും കുത്തിയിരിക്കുന്നവനല്ല. നീ ആരോട് വെച്ചിട്ട് കല്യാണം കഴിച്ച? നീ എന്നെ കുറിച്ച് ഓർത്താ? എടാ മൈലേഷേ, നിനക്ക് കല്യാണം കഴിഞ്ഞ് തന്തേ പറയില്ലടാ നീ. അപ്പൊ നീ എന്നെ കുറിച്ച് ഓർത്തോ? ഇല്ലല്ലോ. എനിക്ക് കൊച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതെനിക്ക് പണ്ടേ അറിയായിരുന്നു. എന്ത്? ഒന്നുമില്ല. എന്ത്? ഒന്നുമില്ല മോനെ, പോയി അരി വെള്ളത്തിലിട്. നീ ഇങ്ങോട്ട് അതി ഒളിഞ്ഞു നോക്കാതിരുന്നാ മതി. ഞാനിവിടെ വന്നിട്ടുമില്ല, നീ എന്നെ കണ്ടിട്ടുമില്ല. ഓക്കെ, ബൈ. എടി, നിനക്കുള്ള പണിയാ തരുന്നുണ്ടടി. നീ ചേട്ടാ ആരോട് വെച്ചാ വീട് വിറ്റ്? എന്റെ വീട് വെക്കാൻ ഇനിയിപ്പോ നിന്റെ അമ്മതം വേണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ നീ വാങ്ങുമായിരുന്നോ? ഏതാ പൊട്ട വീട്? അങ്ങനെ അല്ല, അതല്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫാമിലീസ് മാനായിട്ട് താമസിക്കുന്ന സ്ഥലമല്ലേ ഇത്. വന്നവരെന്തായാലും നിന്നേക്കാ മാനിര, അത് പേടിക്കണ്ട. എനിക്ക് പേടിയുണ്ട്. അതെ, പേടിക്കാൻ? അവിടെ വല്ല പട്ടിവല്ലോ ഉണ്ടോ? ഒരു പട്ടിയുണ്ട്, ഒരു കൂടിയനം. അതെന്റെ കുടുംബത്തെ കറക്കും. എന്റെ കുടുംബത്തെ കയറാണ്ടിരിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകും. എടാ, 2 മാസമായിട്ടും വാടക പോലും തരാത്ത നീയാണോ ഈ പറയുന്നേ? ചേട്ടാ, അവൾ ലോകൂട്ടായപ്പാണ്. അത് നിനക്കെങ്ങനെ അറിയാം?
അതൊരു ഉടായ്പിനെ മറ്റൊരു ഉടായ്പിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. തൽക്കാലം ഇപ്പോൾ ഇവിടെ ഒരു ഉടായ്പ മതി. എനിക്ക് കണ്ടിട്ട് നല്ല ഒച്ചയായിട്ടാ തോന്നുന്നു. അതെനിക്ക് മനസ്സിലായി. എന്തേ ചേട്ടാ അവൾ ഇന്ന് തന്നെ ഇവിടുന്ന് ബാക്ക് ചെയ്യണം. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ചേട്ടാ കുടുംബം കുട്ടികളില്ലാതെ ചേട്ടൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കുടുംബത്തിന്റെ വേദന. ഒന്ന് പോയത് തിരിച്ചു വിളിക്കണേ, തിരിച്ചു വിളിക്കണേ, തിരിച്ചു വിളിക്കണേ. നോക്കണം മുട്ടേ. ഹലോ ഹലോ രതീഷേ, ആടാ പറ. നീ അറിഞ്ഞാ? ഇല്ല. എടാ ഇവിടെ മറ്റോള് വന്നിട്ടുണ്ടെന്ന്. ആര്? എടാ അവള്. എടാ ഏവള്? എന്റെ മറ്റേ എക്സ് ആ മിന്നു. ഓ യു. എന്നിട്ട് എടാ എനിക്ക് അറിയാൻ പാടില്ല. അവളെന്തോ ഉദ്ദേശിച്ചാടാ വന്നേക്കണേ. മിക്കവാറും ഇവിടെ കുടുംബകലഹം ഉണ്ടാവും ഉറപ്പാ. അളിയാ അപ്പൊ നീ എന്ത് ചെയ്യും? എടാ എനിക്ക് അറിയാൻ പാടില്ലടാ. എടാ നീ കാവ്യോട് പറഞ്ഞ? അവളോട് പറഞ്ഞിട്ടില്ല. അതങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. ഒന്നാമത് അവൾക്ക് എന്നോട് എന്തോ സംശയമുണ്ട്. ഇനി ഇതും കൂടി അറിഞ്ഞാണ്ടല്ലോ. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എടാ എന്തെങ്കിലും ഒരു പ്ലാൻ ഞാൻ ഇടാൻ പറ്റും നോക്കാം. അതുവരെ നീ നോക്ക് എന്തെങ്കിലും. എടാ നോക്കട്ടെ. ശരി, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ അളിയാ. അയ്യോ മീറ്റിംഗ്. How many times we called you, Joker? I was in What the? toilet. Why, sir? Sir. Get back to work. ശൈലേഷേ, എടാ ശൈലേഷേ, താങ്ക് യു സാർ. മ്യൂട്ട് ചെയ്യ്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്റെ ശൈലേഷ എന്ത് തങ്കം പോലത്തെ കൊച്ചാ. വർത്താനം പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല. അരമണിക്കൂറാ ഞാനവിടെ നിന്നത്. നീ ഇത് ആരെ പറയണേ? അപ്പുറത്തെ വീട്ടില് പുതുതായിട്ട് വന്നിരിക്കുന്ന കൊച്ചേ മിന്നു. ഡാൻസർ ആണത്രേ. എന്നെ ഡാൻസ് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? പതുക്കെ പതുക്കെ പഠിക്കാലോ. നീ എന്തിനീ ആവശ്യമില്ലാത്തവരോട് സംസാരിക്കാൻ പോണേ? നീ അല്ലേ പറഞ്ഞ നമുക്ക് ഇവിടെ നല്ലൊരു കൂട്ടില്ലെന്ന്? എന്റെ കാവ്യ അതൊക്കെ ശരിയാണ്. കാവ്യ നമ്മൾ രണ്ടുപേരുടെ ഇപ്പൊ ഒറ്റയ്ക്കുള്ളൂ. കാവ്യ ഒറ്റയ്ക്കാവുന്ന സിറ്റുവേഷൻ ഒക്കെ വരും. ആ സമയത്ത് അവരോട് വരെ അറ്റാക്ക് ചെയ്യേ, ഇവിടെ വന്ന് മോഷ്ടിച്ചു പോവേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ? അതാ ഞാൻ പറയണേ. നമ്മൾ ആൾക്കാരെ ആളും തരക്കും നോക്കിട്ട് വേണം പെരുമാറാൻ. ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ അവരെ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ കൂടി ചെല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. അപ്പൊ അറിയാലോ ആളും തരമൊക്കെ. കാവ്യ ഞാനൊരു ഇന്റർവ്യൂ ഇട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എപ്പോ തൊട്ട്? അയ്യടാ പോയി റെഡി Does anyone have anything to say, Shailesh? നത്തിങ് സാർ, താങ്ക് യു. Expected. ഇനി എന്തൊക്കെ കണ്ടുവരോ ദൈവമേ. ഹായ് കാവ്യ. ഹായ്. ഹസ്ബൻഡ് ആയിരിക്കും അല്ലേ? അതെ ശൈലേഷ്. ഹായ് ശൈലേഷ്. വാ കേറ്. ആ വാ ശൈലേഷ് കേട്ടോ. അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. കണ്ടാ മനസ്സിലാവില്ലേ? അറേഞ്ച്മെന്റ്സ് ഒക്കെ ആവാൻ സമയമുണ്ടല്ലോ. ഹസ്ബൻഡ് എത്തിയില്ലേ? ഓ ഹസ്ബൻഡ് പുള്ളി ബാങ്ക് മാനേജർ ആയതുകൊണ്ടേ അവസാനം ഇറങ്ങാൻ പറ്റുള്ളൂ. വലിയ ഉത്തരവാദിത്തമൊക്കെയുള്ള ജോലിയാണേ. ശരിയാ. ഈ അടുത്ത് കൊച്ചിയിൽ ഏതോ ബാങ്കിൽ തട്ടിപ്പ് നടന്നു വന്നോ, ഏതോ ബാങ്ക് മാനേജർ അറസ്റ്റിലായെന്നൊക്കെ കേട്ടു. നിങ്ങൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചേ? അതെ, ജിതിനി സിറ്റി ലൈഫ് ഒന്നും ഇഷ്ടല്ല. ഇവിടെ ആകുമ്പോ ഒരു വില്ലേജ് വൈബ് ഒക്കെ ഉണ്ടല്ലോ. ശരിയല്ലേ? ശൈലേഷ് എന്താ ഒന്നും മിണ്ടാത്തെ? മിന്നുന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിലെ അച്ഛനമ്മ ചേട്ടൻ. അച്ഛൻ റിട്ടയർ ആയില്ലേ? മിന്നുന്റെ അച്ഛൻ മാഷാണോ? അതെ മാഷ. ശൈലേഷിനെ എങ്ങനെ അറിയാം? അല്ല, അത് കൊച്ചിന്റെ ഒരു അടക്കൊതുക്കൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവൂലോ. ഇതിന്റെ ഒരു പ്രത്യേക കഴിവാട്ടോ. വല്ലാത്ത കഴിവ് തന്നെ. കഴിവേറി. ഞങ്ങളുടെ കല്യാണം എപ്പോഴേ എന്റെ ഒരു കസിൻ അവളുടെ ചേട്ടൻ ആർമിയിലാണെന്ന് ഗസ് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ അപ്പൊ അതെ അതെ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാല്ലേ? അയ്യോ ചായ കുടിക്കാതെയോ? ഇരിക്കി, ജിതിൻ ഇപ്പൊ വരും. ഞാൻ ചായ എടുക്കാവേ. ശൈലേഷിന്റെ കട്ടനല്ലേ? അല്ല, ഈ ടെക്കികളൊക്കെ കമ്പ്യൂട്ടറിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഇടക്കിടക്ക് കട്ടൻ കുടിക്കുമെന്ന് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. കട്ടൻ മതി. ജിതിൻ വന്നിട്ട് മതി. ശരി. മിന്നു ജോബ് ഒന്നും നോക്കുന്നില്ലേ? ഇല്ല. അല്ല, ഇന്നത്തെ കാലത്ത് ജോബ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? എന്തുകൊണ്ടാ നോക്കാത്തെ? നോക്കുന്നുണ്ട്. ബാങ്ക് എക്സാം ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. മിന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ? അപ്പൊ പിന്നെ ആ വഴിക്ക് നോക്കാറുണ്ടല്ലോ. അതെങ്ങനെ അറിയാം? അതിപ്പോ ഈ ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ കൂടുതൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കുമല്ലോ. അങ്ങനെ ചില മണ്ടന്മാരുണ്ട് എഞ്ചിനീയറിംഗ് നേരെ ചൊവ്വ എഴുതാൻ അറിയാൻ പാടില്ല, പക്ഷെ ഉടായ്പ കാണിച്ച് ജോലി വാങ്ങും.
അതെ അങ്ങനെയുണ്ട്. തെണ്ടി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ? ആ ജിതി വന്നു തോന്നുന്നു. ഇരിക്കേ. മിന്നൂട്ടി, ഏത് അല്പൻ? എന്താ എത്ര ലേറ്റ് ആയേ? ബാങ്ക് തന്നെ എന്റെ കൈവെള്ളയിലല്ലേ, ലേറ്റ് ആവും. അയ്യോ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് നമ്മുടെ നെയ്ബേഴ്സാ. ഇത് ശൈലേഷ്. കൈലാസ്. ശൈലേഷ്. എന്തേലും ആവട്ടെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇത് കാവ്യ.